നമസ്കാരം. 24 എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നവംബർ 15 തീയതി ശനിയാഴ്ച, തുലാം 29. പുതിയൊരു വാർത്താ പ്രഭാതത്തിലേക്കാണ് 24 എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. ആദ്യം പ്രധാനപ്പെട്ട വാർത്തയിൽ നിന്നാണ് തുടങ്ങുന്നത്. ജമ്മു കാശ്മീരിലെ നൌഗാം പോലീസ് സ്റ്റേഷനിലുണ്ടായ സ്ഫോടനത്തിൽ 7 പേർ മരിച്ചു. 27 പേർക്ക് പരുക്ക്. 5 പേരുടെ നില അതീവ ഗുരുതരം. പോലീസുകാരും ഫോറൻസിക് ഉദ്യോഗസ്ഥരുമാണ് മരിച്ചവരിൽ ഭൂരിഭാഗവും. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി. ബൽറാം, ഏറെ ഞെട്ടിക്കുന്ന വാർത്തയാണ്. ജമ്മു കാശ്മീരിലെ നൌഗാം പോലീസ് സ്റ്റേഷനിലാണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഈ സ്ഫോടനത്തിന്റെ കാരണം എന്തെന്ന് വ്യക്തമാകുന്നുണ്ടോ? വെരി ഗുഡ് മോർണിംഗ് പ്രവിത. രാജ്യത്തെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ജമ്മു കശ്മീരിലെ നൌഗാം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രി 11:22 കൂടിയാണ് ഈ അപകടമുണ്ടാകുന്നത്. ഈ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ പരിശോധനയ്ക്കിടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. അത്യുഗ്ര ശേഷിയുള്ള സ്ഫോടനമാണ് ഉണ്ടായത്. സമീപത്തെ കെട്ടിടം തകരുകയും നിരവധി വാഹനങ്ങൾക്ക് തീപിടിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ സ്ഫോടനത്തെ തുടർന്ന് സ്ഫോടനത്തിൽ 7 പേർ മരിച്ചിരിക്കുന്നു. 27 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 5 പേരുടെ നില അതീവ ഗുരുതരമാണ്. ഇവരെ സമീപത്തുള്ള നയൻ ബേസ് ഹോസ്പിറ്റലിലും ഒപ്പം തന്നെ ഷെയർ ഇ കശ്മീർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പരിക്കേറ്റ 5 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഈ ഫരീദാബാദിലെ വൈറ്റ് കോളർ ഭീകര സംഘത്തിൽ നിന്നും പിടികൂടിയ 300 കിലോയോളം വരുന്ന സ്ഫോടക വസ്തു ശേഖരം, അത് അമോണിയം നൈട്രേറ്റ് സ്ഫോടക വസ്തുവാണ് എന്നാണ് പ്രാഥമികമായി ജമ്മു കശ്മീർ പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഇവ സാമ്പിളുകൾ ശേഖരിക്കുകയായിരുന്നു പോലീസ് ഉൾപ്പെടുന്ന സംഘം. പോലീസും ഫോറൻസിക് വിദഗ്ധരും ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായുള്ള തഹസിൽദാർ, നായിബ് തഹസിൽദാർ അടക്കം 2 ഉദ്യോഗസ്ഥരുമായിരുന്നു ഈ പരിശോധന നടത്തിയിരുന്നത്. അതിനിടെയാണ് ഈ സ്ഫോടക വസ്തു അപ്രതീക്ഷിതമായി പൊട്ടിത്തെറിക്കുന്നതും ഉഗ്രശേഷിയിലുള്ള സ്ഫോടനം ഉണ്ടാകുന്നതും. പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിൽ ഗുരുതരമായ തകർച്ച ഈ സ്ഫോടനത്തെ തുടർന്ന് സംഭവിച്ചിട്ടുണ്ട്. നടന്നത് അപകടമാണ് എന്നും ഭീകരവാദി ആക്രമണമല്ല എന്നുമുള്ള സ്ഥിരീകരണം മാത്രമാണ് ഇതുവരെയും ജമ്മു കശ്മീർ പോലീസിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. എന്നാൽ എങ്ങനെയാണ് ഇത്തരത്തിൽ സാമ്പിളുകൾ പരിശോധിക്കുന്നതിനിടെ ഇത്തരത്തിലൊരു വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയില്ല. സാധാരണ നിലയിൽ ഇത്തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുന്ന ഘട്ടത്തിൽ അവ കണ്ടെത്തുന്ന ഇടത്ത് വെച്ച് തന്നെ നിർവീര്യമാക്കി പരിശോധനകൾ നടത്തുകയാണ് പതിവുള്ളത്. എന്നാൽ ഈ ഫരീദാബാദിൽ നിന്നും പിടികൂടിയ സ്ഫോടക വസ്തുക്കൾ ജമ്മു കശ്മീരിലെ ഈ നൌഗാം സ്റ്റേഷൻ വരെ എങ്ങനെ കൊണ്ടുപോയി നിർവീര്യമാക്കാതെ, കൂടാതെ ഇത് പരിശോധിക്കുന്ന ഘട്ടത്തിലും അത്തരത്തിലുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിരുന്നില്ലേ തുടങ്ങിയ ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുകയാണ്. ഈ വൈറ്റ് കോളർ ഭീകര സംഘവുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ജമ്മു കശ്മീരിലെ നൌഗാം പോലീസ് സ്റ്റേഷനിലാണ്. ഇവിടെയാണ് ഈ ഡോക്ടർ അദിൽ റാത്തർ പോസ്റ്റർ ഒട്ടിച്ചതുമായി, ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയെ പിന്തുണച്ചുള്ള പോസ്റ്റർ ഒട്ടിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ കേസ് രജിസ്റ്റർ ചെയ്യുന്നതും തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വൈറ്റ് കോളർ ഭീകര സംഘത്തെ പിടികൂടുന്നതും. ഈ ഫരീദാബാദിൽ ഹരിയാന പോലീസുമായി ചേർന്ന് നടത്തിയ റെയ്ഡിൽ വലിയ തോതിലുള്ള സ്ഫോടക വസ്തു ശേഖരം പിടികൂടുന്നതും ഒടുവിൽ ഡൽഹി സ്ഫോടനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നത്. ഇതിനെ തുടർന്നാണ് ഈ ഹരിയാനയിൽ നിന്നും ആദ്യഘട്ടത്തിൽ 300 കിലോയോളം സ്ഫോടക വസ്തുക്കളും പിന്നീട് 2600 കിലോയോളം സ്ഫോടക വസ്തുക്കളുമായിരുന്നു പിടികൂടിയത്. ഈ സ്ഫോടക വസ്തുക്കൾ ആദ്യഘട്ടത്തിൽ പിടികൂടിയ 300 കിലോയോളം വരുന്ന അമോണിയം നൈട്രേറ്റ് ആണ് ഈ നൌഗാം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരുന്നത് എന്നും അവ പരിശോധനയ്ക്കായി സാമ്പിളുകൾ ശേഖരിക്കുന്നതിനിടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നുമാണ് ജമ്മു കശ്മീർ പോലീസ് അറിയിക്കുന്നത്. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു രാസഘടനയുള്ള തീവ്ര സ്വഭാവത്തിൽ വളരെ പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറിക്കുന്ന ഒരു സ്ഫോടക വസ്തുവാണ് ഈ ഒരു രാസവസ്തുക്കളിൽ ഉൾപ്പെട്ടിരുന്നത് എന്നുമാണ് ജമ്മു കശ്മീർ പോലീസ് അറിയിക്കുന്നത്. ഈ ഡൽഹി സ്ഫോടനവും ഒപ്പം തന്നെ ഈ ഫരീദാബാദ് ഭീകര ശൃംഖലയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തീവ്രമായി പുരോഗമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഈ സ്ഫോടനം നടന്ന സ്ഥലം പൂർണ്ണമായും പോലീസിൻ്റെയും സൈന്യത്തിൻ്റെയും നിയന്ത്രണത്തിലാണ്. ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി പരിശോധന നടത്തും. ഈ ഡൽഹി സ്ഫോടന കേസ് അന്വേഷിക്കുന്ന NIA സംഘം ഉൾപ്പെടെയുള്ളവർ ഈ നൌഗാമിൽ എത്തും എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇന്നലെ രാത്രി തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ സംഭവ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കി
ഉറപ്പാക്കാനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. എപ്പോഴാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്തരത്തിലൊരു സ്ഫോടനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എത്ര അളവിൽ ഉണ്ടായിരുന്നു ഈ സ്ഫോടക വസ്തുക്കൾ എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അത്രയധികം സ്ഫോടക വസ്തുക്കൾ ഇവിടെ സൂക്ഷിക്കാൻ ഇടയായ സാഹചര്യം, അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലൊരു സംശയം അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ? പ്രവിധ, ഈ പൊട്ടിത്തെറിക്ക് കാരണമായത് 300 കിലോയോളം സ്ഫോടക വസ്തുക്കളാണ് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. ഫരീദാബാദിൽ നിന്നും ആദ്യഘട്ടത്തിൽ നടത്തിയ പരിശോധനയിൽ 300 കിലോയോളം സ്ഫോടക വസ്തുവായിരുന്നു പിടികൂടിയിരുന്നത്. അത് ഒരു കാറിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു ഈ സ്ഫോടക വസ്തു ശേഖരം കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ തെരച്ചിലാണ് മറ്റൊരു വീട്ടിൽ നിന്നും വലിയ അളവിൽ 2600 കിലോയോളം വരുന്ന സ്ഫോടക വസ്തുക്കളും ഡൽഹിയിൽ കണ്ടെത്തുന്നത്. ഇതിൽ കണ്ടെത്തിയ ആദ്യ ശേഖരം 300 കിലോയോളം വരുന്ന അമോണിയം നൈട്രേറ്റ് സ്ഫോടക വസ്തുക്കളാണ് ജമ്മു കശ്മീരിലേക്ക് കൂടുതൽ പരിശോധനകൾക്കായി എത്തിച്ചത്. ഈ വൈറ്റ് കോളർ ഭീകര സംഘവുമായി ബന്ധപ്പെട്ടുള്ള കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നൗഗാം പോലീസ് സ്റ്റേഷനിലാണ്. ഇവിടേക്ക് ഈ സ്ഫോടക വസ്തുക്കൾ എത്തിച്ച ശേഷം പിന്നീട് പരിശോധന നടത്തുകയായിരുന്നു. സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള തൊണ്ടി വസ്തുക്കൾ പരിശോധന നടത്തുന്ന ഘട്ടത്തിൽ ഈ ജില്ലാ അല്ലെങ്കിൽ തഹസിൽദാർ അടക്കമുള്ള ജില്ലാ ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. സമാനമായി തന്നെ നായിബ് തഹസിൽദാരും മറ്റൊരു ഉദ്യോഗസ്ഥനും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഇവിടെ ഉണ്ടായിരുന്നു. കൂടാതെ ജമ്മു കശ്മീർ പോലീസ് ഉദ്യോഗസ്ഥരും ഈ പരിശോധന നടത്തുന്നതിനുള്ള ഫോറൻസിക് സംഘവും ആണ് ഈ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നത്. ഈ വിഭാഗത്തിൽപ്പെട്ടവരാണ് മരിച്ച 7 പേരും എന്നാണ് ജമ്മു കശ്മീർ പോലീസ് അറിയിക്കുന്നത്. ഈ പ്രദേശത്തുള്ള കെട്ടിടങ്ങൾക്ക് ഗുരുതരമായ കേടുപാടുകൾ ഈ സ്ഫോടനത്തെ തുടർന്ന് സംഭവിച്ചിട്ടുണ്ട്. പ്രദേശത്ത് നിർത്തിയിട്ടിരുന്ന നിരവധി വാഹനങ്ങൾ പൊട്ടിത്തെറിയിൽ തകരുകയോ കത്തിയമരുകയോ ചെയ്തിട്ടുണ്ട്. 30 കിലോമീറ്റർ അകലെ പോലും ഈ സ്ഫോടന ശബ്ദം കേട്ടിരുന്നു എന്നാണ് പ്രദേശവാസികൾ അറിയിക്കുന്നത്. അത്രത്തോളം വലിയ സ്ഫോടനവും സ്ഫോടനത്തിന് തൊട്ടു പിന്നാലെ ഡൽഹിയിൽ സംഭവിച്ചതിന് സമാനമായി തന്നെ വലിയ തീപിടുത്തവും ഉണ്ടായിരുന്നു ഈ നൗഗാമിലും. സംഭവ സ്ഥലത്ത് വിശദമായ പരിശോധനകൾ എന്തായാലും ഉണ്ടാകും. എന്നാൽ പ്രവിധ സൂചിപ്പിച്ച പോലെ തന്നെ ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു വലിയ തോതിൽ അല്ലെങ്കിൽ അപകടകരമായ ഒരു സ്ഫോടക വസ്തു ഇത്രത്തോളം അകലെയുള്ള മറ്റൊരു സംസ്ഥാനത്ത് എത്തി സാമ്പിളുകൾ ശേഖരിക്കുന്ന സാഹചര്യം ഉണ്ടായത്? ഇതിനാവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിരുന്നില്ലേ? ഇവ നിർവീര്യമാക്കാതിരുന്നത് എന്തുകൊണ്ട് തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ച് ഇതുവരെയും വ്യക്തതയില്ല. ഇക്കാര്യത്തിൽ ജമ്മു കശ്മീർ പോലീസിൽ നിന്ന് വിശദീകരണം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഇപ്പോൾ പരിക്കേറ്റ ആളുകൾക്ക് ചികിത്സ ഉറപ്പാക്കാനുള്ള നടപടികൾ ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നു എന്നാണ് പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. പ്രവിധ, ശരി ബൽറാം, കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. ജമ്മു കാശ്മീരിലെ നൌഗാം പോലീസ് സ്റ്റേഷനിലുണ്ടായ സ്ഫോടനത്തിലാണ് 7 പേർ മരിച്ചത്. 27 പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഞെട്ടിക്കുന്ന വാർത്തയാണ് രാവിലെ തന്നെ പുറത്തുവരുന്നത്. ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വിവരങ്ങളുമായി 24 പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് ചേരുകയാണ്. ആദ്യം തിരുവനന്തപുരത്തേക്കാണ്. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ ഇനിയും ഹാജരായില്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നതിനായി SIT നേരിട്ട് കസ്റ്റഡിയിലെടുക്കും. ഒപ്പം പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് തിരുവനന്തപുരം SAT ആശുപത്രി യുവതി മരിച്ച സംഭവത്തിൽ ആശുപത്രിക്ക് പിഴവില്ല എന്ന വിദഗ്ധ സമിതി കണ്ടെത്തൽ അംഗീകരിക്കാതെ കുടുംബം. മറ്റൊന്ന്, കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമലിനെ ആവശ്യപ്പെട്ട് AKPCTA ഇന്ന് ഇടത് അധ്യാപക സംഘടന പ്രതിഷേധിക്കുകയും ചെയ്യും. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങളുമായി ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, അങ്ങനെ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഏറെ തിരക്കുള്ള ഒരു വാർത്താ ദിനത്തിലൂടെയാകും ഇന്ന് കടന്നു പോവുക. എന്തൊക്കെയാണ് ഇന്ന് വരാനിടയുള്ള വാർത്തകൾ, വിവരങ്ങൾ? ഉറപ്പായിട്ടും, കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ നിർണായക ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇന്ന് SIT കടന്നേക്കും തരത്തിലേക്കുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, N വാസുവിൽ എത്തിച്ചേർന്ന് നിൽക്കുകയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം. അതിനുശേഷം അതാര് മറ്റ് ദേവസ്വം ഭാരവാഹികളടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള ആലോചന അത് SIT നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ A പത്മകുമാർ ഇനിയും ഹാജരായില്ലെങ്കിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യലായി നേരിട്ടുള്ള കസ്റ്റഡി എന്നുള്ള കാര്യത്തിലേക്ക് SIT ഇപ്പോൾ ആലോചിക്കുന്നത്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ 2 ദിവസത്തെ സാവകാശമാണ് A പത്മകുമാർ SITയോട് ചോദിച്ചിരുന്നത്. എന്നാൽ സമയപരിധി പൂർത്തിയായ സാഹചര്യത്തിൽ വൈകാതെ അന്വേഷണ സംഘം നോട്ടീസ് നൽകും. കേസിൽ അറസ്റ്റിലായ N വാസുവിനെ ഇതുവരെയും കസ്റ്റഡിയിൽ വാങ്ങിയിട്ടില്ല. വാസുവിന്റെ പങ്കിനെക്കുറിച്ച് കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിക്കുകയാണ്. ഇത് പരിശോധിച്ച ശേഷമാകും കസ്റ്റഡി ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ നൽകുക. അക്കാര്യത്തിലടക്കം അന്വേഷണ സംഘം ചില മാസ്റ്റർ പ്ലാനുകൾ തയ്യാറാക്കുന്ന തരത്തിലേക്കുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാർത്ത,
തിരുവനന്തപുരം SIT ആശുപത്രിയിലെ ശസ്ത്രക്രിയ അതുമായി ബന്ധപ്പെട്ട് വിവാദമായിരുന്നു. ഈ പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് SIT ആശുപത്രിയിൽ യുവതി മരിച്ച സംഭവത്തിൽ ആശുപത്രിക്ക് പിഴവില്ലെന്നാണ് വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ. എന്നാൽ ഈ കണ്ടെത്തൽ കുടുംബം അംഗീകരിക്കുന്നില്ല. SIT ആശുപത്രിയിൽ നിന്ന് തന്നെയാണ് അണുബാധ ഉണ്ടായതെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് യുവതിയുടെ ബന്ധുക്കൾ. എന്നാൽ ഈ വാദങ്ങൾ എല്ലാം പൂർണ്ണമായും തള്ളുന്നതാണ് വിദഗ്ധ സമിതി റിപ്പോർട്ട്. ആശുപത്രി എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടുണ്ടെന്നും അണുബാധയ്ക്ക് കാരണം ആ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് എന്നുള്ള കണ്ടെത്തലുമുണ്ട്. ഈ റിപ്പോർട്ട് ഉടൻ തന്നെ DME സർക്കാരിന് കൈമാറും. അതേസമയം നീതി ലഭിച്ചില്ലെന്ന് ആരോപിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കഴക്കൂട്ടം സ്വദേശിയായിട്ടുള്ള ശിവപ്രിയയുടെ കുടുംബം. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട വാർത്ത, അത് കേരള സർവകലാശാലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് നാടകീയമായ സംഭവങ്ങൾ. കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമലിനെതിരെ ഇന്ന് ഇടത് അധ്യാപക സംഘടന പ്രതിഷേധിക്കും. മോഹനൻ കുന്നുമലിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് AKPCTA സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിക്കുക. ജാത്യാധിക്ഷേപ വിഷയത്തിൽ കുറ്റാരോപിതയായ ഡീൻ ഡോക്ടർ CN വിജയകുമാരിയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. കൂടാതെ സർവകലാശാലയിലെ അക്കാദമിക ഗവേഷണ പ്രവർത്തനങ്ങളിൽ VC സ്തംഭനാവസ്ഥ പരിഹരിക്കുക, 4 വർഷ ബിരുദ പ്രോഗ്രാം നടത്തിപ്പിലെ അപാകതകൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങളും ഇടത് അധ്യാപക സംഘടനകൾ ഉയർത്തും. അതുകാട്ടിയായിരിക്കും അവരുടെ പ്രതിഷേധം നടത്തുക. പ്രവിത. ശരി, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇനി കൊച്ചിയിലേക്കാണ്. കാലിക്കറ്റ് സർവകലാശാല VC നിയമനത്തിനായി ചാൻസലർ കൂടിയായ ഗവർണർ പുറപ്പെടുവിച്ച വിജ്ഞാപനങ്ങൾ റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. ഒപ്പം കൊച്ചി കോർപ്പറേഷനിലെ സിറ്റിംഗ് കൌൺസിലർമാർ അടക്കം 10ഓളം പേരാണ് കോൺഗ്രസ് വിട്ടത് തുടങ്ങിയ വാർത്തകളാണെന്ന് വരാനുള്ളത്. ഒപ്പം നെടുമ്പാശ്ശേരി അവയവക്കടത്ത് കേസിൽ മുഖ്യപ്രതി മധു ജയകുമാറിന്റെ ചോദ്യം ചെയ്യൽ തുടരുകയുമാണ്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കൊച്ചിയും ഇന്ന് വാർത്താ സമ്പന്നമാണെന്നുള്ള കാര്യത്തിൽ സംശയമുള്ള വിവരങ്ങൾ പറയും. ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഗവർണർ സർക്കാർ പോര് അത് വീണ്ടും തുടരുകയാണ്. അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജിയുടെ കാര്യം വ്യക്തമാക്കിയതാണ്. അതിൽ പ്രകാരം ഇന്നലെ കാലിക്കറ്റ് സർവകലാശാല VC നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർ പുറത്തിറക്കിയ വിജ്ഞാപനം ചോദ്യം ചെയ്താണ് ഇപ്പോൾ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, സെനറ്റ് പ്രതിനിധിയായ പ്രൊഫസർ A സാബു സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചിരുന്നു. ആ പശ്ചാത്തലത്തിൽ ചാൻസലർ പുറപ്പെടുവിച്ച വിജ്ഞാപനം അത് നിലനിൽക്കില്ല എന്നാണ് സർക്കാരിന്റെ വാദം. ഒപ്പം ചാൻസലറിന്റേതായ ഒരു പ്രതിനിധിയെ ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു ഈ സെർച്ച് കമ്മിറ്റിയിൽ. അത് ചട്ടവിരുദ്ധം എന്നും സർക്കാർ നൽകിയ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ 17-ാം തീയതി സർക്കാർ നൽകിയ ഹർജി പരിഗണിക്കും. വീണ്ടും സർക്കാർ ഗവർണർ പോരിലേക്ക് പോകുന്നു. ആ ഹർജിയിൽ എന്ത് നിലപാട് കോടതി എടുക്കും എന്നുള്ളത് ശ്രദ്ധേയമാണ്. 17-ാം തീയതിയാണ് ഹർജി പരിഗണിക്കുന്നത്. മറ്റൊന്ന്, തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എറണാകുളം ജില്ലയിൽ എല്ലാ മുന്നണികളും പ്രതിസന്ധി നിൽക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ആദ്യം ഏറ്റവും പ്രതിസന്ധി നിലനിൽക്കുന്നത് കോൺഗ്രസിൽ തന്നെയാണ്. കോൺഗ്രസിൽ ഇതിനോടകം തന്നെ 10ഓളം പേരാണ് സീറ്റ് നൽകാത്തതിന്റെ പേരിൽ രാജിവെക്കുകയും അതിൽ ചില കൗൺസിലർമാർ അടക്കമുണ്ട്. അവർ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്ക് ഒക്കെ പോകുന്നു. CPI സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഉണ്ടായ ഒരു തിരിച്ചടി, ഡെപ്യൂട്ടി മേയറായിരുന്ന അൻസിയ രാജിവെച്ചതാണ്. സ്ഥാനാർത്ഥിത്വം നൽകാത്ത പശ്ചാത്തലത്തിൽ പാർട്ടി തന്നെ ചതിച്ചു എന്നെല്ലാം ചൂണ്ടിക്കാണിച്ചാണ് അൻസിയ രാജിവെച്ചത്. കൊച്ചി കോർപ്പറേഷൻ തിരിച്ചു പിടിക്കുക അല്ലെങ്കിൽ ഭരണം നിലനിർത്താം എന്ന പ്രതീക്ഷ ഇടതുപക്ഷം വെക്കുമ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന മേയർ തന്നെ, ഡെപ്യൂട്ടി മേയർ തന്നെ രാജിവെക്കുന്നത്. അത് വലിയ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ഇടതുമുന്നണിയെ. മറ്റൊന്ന്, BJPയുമായി ബന്ധപ്പെട്ടാണ്. BJP BDJS തർക്കങ്ങൾ നിലനിൽക്കുന്നത്. ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിച്ചെങ്കിൽ പോലും ഫോർട്ട് കൊച്ചിയിലെ ശ്യാമളയുടെ സീറ്റ്, ശ്യാമള പ്രഭുവിന്റെ സീറ്റുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അത് ഏത് തരത്തിൽ BJP വാദിക്കുമെന്ന ആശങ്കയുണ്ട്. ഒരു പ്രതീക്ഷ നൽകുന്നത് അല്ലെങ്കിൽ ഒരു വലിയ പ്രശ്നങ്ങളില്ലാതെ പോകുന്നത് CPM-ലാണ്. CPM-ലെ പ്രശ്നങ്ങൾ ഒന്നൊന്നായി പരിഹരിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ തൃക്കാക്കരയിൽ CPI തർക്കമൊക്കെ ഉണ്ടായിരുന്നു. അത് പരിഹരിച്ചിട്ടുണ്ട്. ഇന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ, തൃക്കാക്കര നഗരസഭയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും. മറ്റൊന്ന്, ഈ പറയുന്ന അവയവക്കടത്തുമായി ബന്ധപ്പെട്ടാണ്. അത് ഒരുപക്ഷെ സംസ്ഥാനം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വാർത്തയാണ്. ഇറാനിലേക്ക് കേരളത്തിൽ നിന്ന് ആളുകളെ എത്തിച്ച് അവിടെ കേരളത്തിലെ ഇന്ത്യൻ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ച ആളുകളുടെ അവയവങ്ങൾ മോഷ്ടിച്ചെടുക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ അവരെ പറഞ്ഞു പറ്റിക്കുന്നു എന്നല്ല. അതിന്റെ പ്രധാനപ്പെട്ട കണ്ണിയാണ് മധു ജയകുമാർ. എറണാകുളം സ്വദേശിയാണ്. കഴിഞ്ഞ 1 വർഷമായി ഇയാളെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമം NIAയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ബുധനാഴ്ച മധു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് മധുവിനെ അറസ്റ്റ് ചെയ്തത്. ഒരാഴ്ച കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഇതിൽ നിന്ന് ലഭിച്ച പണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നടക്കമുള്ള കാര്യങ്ങളാണ് NIA പരിശോധിക്കുന്നത്. അങ്ങനെ വാർത്തകളാൽ സമ്പന്നമാണ് കൊച്ചി. ഇതിന്റെ എല്ലാം ഫോളോ അപ്പുകൾ ഉണ്ടാകും. ഒപ്പം രാഷ്ട്രീയ പ്രതികരണങ്ങൾക്കും കൊച്ചിയിൽ നിന്ന് സാധ്യതയുണ്ട്. പ്രവിത. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇനി ഡൽഹിയിലേക്ക് പോവുകയാണ്. ബീഹാറിൽ സർക്കാർ രൂപീകരണത്തിലേക്ക് അതിവേഗം നീങ്ങാൻ NDA തീരുമാനിച്ചിരിക്കുകയാണ്. ഒപ്പം തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണവും ഇന്നലെ വൈകിട്ടോടെ പുറത്തു വന്നിരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ് അഗെയിൻ. അപ്പോൾ ഡൽഹിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബീഹാറിൽ സർക്കാർ രൂപീകരണ തീയതി എന്ന് പ്രഖ്യാപിക്കും എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ തോൽവിയുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് വന്നിരുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം ഈ തോൽവിയുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തുകയും ചെയ്തിരുന്നു. സർക്കാർ രൂപീകരണ തീയതി എന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. ഇന്ന് തന്നെ അതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ?
വെരി ഗുഡ് മോർണിംഗ് പ്രവിധ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ഏതാണ്ട് ഒന്നര മാസത്തോളമായി രാജ്യതലസ്ഥാനത്തെ പ്രധാന വാർത്ത എന്നുള്ളത് ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ചുറ്റിപ്പറ്റിയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം വന്നിരിക്കുന്നു. NDA വലിയ ഭൂരിപക്ഷത്തോടെ അധികാര തുടർച്ച നേടിയിരിക്കുകയാണ്. 200-ലേറെ സീറ്റുകൾ അപ്രതീക്ഷിതമായി എക്സിറ്റ് പോൾ സർവേകളെ പോലും പിന്നിലാക്കിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ബീഹാറിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. ഇത് അക്ഷരാർത്ഥത്തിൽ പ്രതിപക്ഷത്തെ ഞെട്ടിച്ചിട്ടുണ്ട്. NDA ഇപ്പോൾ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്ക് കടന്നിരിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയായി നിതീഷ് തന്നെ തുടരും എന്ന് BJP നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അതിനു മുൻപായി ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപായി മുന്നണിയുടെ യോഗം ആവശ്യമാണ്. കൂടാതെ നിയുക്ത MLA-മാരുടെ യോഗവും ആവശ്യമാണ്. ഇതിൽ വെച്ചായിരിക്കും ഔപചാരികമായ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക. എന്നാൽ അതിനു മുമ്പായി തന്നെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമോ ഈ സത്യപ്രതിജ്ഞാ തീയതിയുടെ പ്രഖ്യാപനമോ ഇന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും. അതിനായുള്ള യോഗത്തിന്റെ തീയതി സംബന്ധിച്ചുള്ള കാര്യങ്ങളുടെ പ്രഖ്യാപനം ഇന്നുണ്ടാകും. BJP നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നാണ് അത്തരത്തിലൊരു തീരുമാനം ഉണ്ടാകേണ്ടത്. ഈ നിതീഷ് കുമാറിന് വെല്ലുവിളിയില്ല, അല്ലെങ്കിൽ നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയായി തുടരും എന്ന കാര്യത്തിൽ BJP നേതാക്കൾ ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ഈ കാര്യത്തിൽ ചിരാഗ് പസ്വാന്റെ നിലപാട് ഉൾപ്പെടെ ഏത് തരത്തിലുള്ള പ്രതികരണം ഉണ്ടാകും എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതേസമയം പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ചർച്ചകൾ നടക്കാനുള്ളത് പ്രതിപക്ഷ നിരയിൽ തന്നെയാണ്. വലിയ തകർച്ച പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. സഖ്യത്തിന്റെ ആദ്യ ദിനങ്ങളിൽ സീറ്റ് വിഭജനം അടക്കമുള്ള കാര്യങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങി, അല്ലെങ്കിൽ സമയം വൈകിയ ശേഷമാണ് അത്തരമൊരു ചർച്ചകളിലേക്ക് പോലും കടന്നത്. ഇതെല്ലാം തന്നെ സഖ്യത്തെ ബാധിച്ചിട്ടുണ്ട്. കെട്ടുറപ്പിനെയും ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുന്നതിനെയും ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. സഖ്യത്തിനുള്ളിൽ എന്താണ് സംഭവിച്ചത്, ആരാണ് ഉത്തരവാദി എന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉയരും. കോൺഗ്രസിനെതിരെ തന്നെയാണ് ഈ വിരൽ ചൂണ്ടപ്പെടുന്നതും. അതേസമയം ഇത് വോട്ട് ചോരി എന്ന ആരോപണത്തിൽ തന്നെ ആവർത്തിച്ച് ഉന്നയിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. രാഹുൽ ഗാന്ധി ഇന്നലെ ഏറെ വൈകിയാണ് ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൽ പ്രതികരണം നടത്തിയതെങ്കിലും അതിൻ്റെ ആംഗിളും ഈ ഒരു വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു. അല്പസമയം മുമ്പ് ലോക്സഭയിലെ ഉപനേതാവ് ഗൗരവ് ഗൊഗോയ് ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയിരുന്നു. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പരിഹസിക്കുന്ന രീതിയിൽ എക്സിറ്റ് പോൾ സർവേകളെ പോലും പിന്നിലാക്കുന്ന വിജയം ബീഹാറിൽ NDAക്ക് നൽകിയതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അഭിനന്ദിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ എക്സ് ഹാൻഡിലിൽ വന്ന കുറിപ്പ് എന്നുള്ളത്. ഇത്തരത്തിൽ ഈ വോട്ട് ചോരി ആരോപണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. എന്നാൽ മുന്നണിയിലെ മറ്റ് പാർട്ടികൾ ഏത് തരത്തിൽ ഇതിനോട് പ്രതികരിക്കും എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാകും. പ്രവിധ, തീർച്ചയായും ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ബീഹാറിലെ കനത്ത പരാജയം ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിന് കനത്ത തിരിച്ചടിയാകും. സഖ്യത്തിന്റെ നിലനിൽപ്പിന് പോലും ബീഹാർ തിരഞ്ഞെടുപ്പ് ഫലം ഭീഷണിയാകും. സഖ്യത്തിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് ബീഹാറിലെ തോൽവിക്ക് മറുപടി പറയേണ്ടി വരും. 2020 ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ മഹാസഖ്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യ രൂപീകരണത്തിന് വഴിയൊരുക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കനത്ത വെല്ലുവിളി ഉയർത്താൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞെങ്കിലും പിന്നീട് നടന്ന ഡൽഹി, ഹരിയാന, മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പുകൾ സഖ്യത്തിൽ വിള്ളലുകൾ വീഴ്ത്തി. ബീഹാർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണമാണ് പിന്നീട് സഖ്യത്തെ ചേർത്ത് നിർത്തിയത്. എന്നാൽ സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസ് ഇത്തവണയും കാണിച്ച പിടിവാശി സഖ്യത്തെ തുടക്കത്തിലെ പ്രതിസന്ധിയിലാക്കി. വോട്ടുചോരി പ്രചാരണത്തിൽ പ്രധാന അജണ്ടയാക്കിയതിലും തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അംഗീകരിക്കാൻ തുടക്കത്തിൽ മടി കാണിച്ചതും ആദ്യഘട്ട വോട്ടെടുപ്പിന് തലേന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെ രാഹുൽ ഗാന്ധി ബീഹാർ കൈവിടുമെന്ന സന്ദേശം നൽകിയതിലും സഖ്യകക്ഷികൾക്ക് കോൺഗ്രസിനോട് കടുത്ത അതൃപ്തിയുണ്ട്. കനത്ത പരാജയത്തിന് പിന്നാലെ സഖ്യകക്ഷികൾ ഈ അതൃപ്തി പരസ്യമാക്കും. NCPയും TMCയും നേരത്തെ തന്നെ കോൺഗ്രസിന്റെ സമീപനത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. എന്നാൽ എക്കാലവും ഉറച്ചുനിന്ന RJD കൂടി കൈവിട്ടാൽ കോൺഗ്രസ് പ്രതിസന്ധിയിലാകും. 2 ആഴ്ചയ്ക്കകം ശീതകാല സമ്മേളനം ആരംഭിക്കാനിരിക്കെ പാർലമെന്റിലും കോൺഗ്രസ് പ്രതിരോധത്തിലാകും. 24 ഡൽഹി. ഇനി കോഴിക്കോട്ടേക്കാണ് സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, ഗുഡ് മോർണിംഗ്. കോഴിക്കോടിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിധി ഇന്ന് വരാനിരിക്കുകയാണ്. BJP നേതാവും അധ്യാപകനുമായ K പത്മരാജൻ പ്രതിയായ പാലത്തായി പീഡന കേസിൽ ഇന്ന് ശിക്ഷാവിധി വരുന്നുണ്ട്. ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് കോർപ്പറേഷനിലേക്കുള്ള LDF സ്ഥാനാർത്ഥികളെയും ഇന്ന് പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ. പ്രവിധ സൂചിപ്പിച്ചതുപോലെ മലബാറിൽ നിന്ന് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന 2 പ്രധാനപ്പെട്ട വാർത്തകൾ ഇതുതന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാലത്തായി പീഡന കേസുമായി ബന്ധപ്പെട്ടാണ്. BJP നേതാവായിട്ടുള്ള കെ പത്മരാജനാണ് ഈ കേസിലെ പ്രതി. അദ്ദേഹം അധ്യാപകനായിരിക്കെ അതേ സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചു എന്നാണ് കേസ്. 2020
ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിക്കൊണ്ട് 3 തവണയാണ് ഈ കുട്ടിയെ പീഡിപ്പിച്ചത്. അതുമായി ബന്ധപ്പെട്ടാണ് മാതാവ് പരാതി നൽകി. അതിൽ പാനൂർ പോലീസ് കേസെടുക്കുകയും വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുകയും ചെയ്തു. അതിനൊടുവിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ഇന്നലെ അതുമായി ബന്ധപ്പെട്ടുള്ള വിസ്താരം പൂർത്തിയായി. ഈ വിദ്യാർത്ഥിയുടെ സഹപാഠികൾ അതുപോലെ തന്നെ അധ്യാപകർ ഉൾപ്പെടെ 40 പേരെയാണ് ഇന്നലെ വിസ്തരിച്ചത്. അതിനൊടുവിലാണ് പത്മരാജൻ കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. തലശ്ശേരി പോക്സോ കോടതിയാണ് ഇയാൾ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഈ കേസിലാണ് ഇന്ന് വിധി പറയുക. ഏതായാലും അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഈ അധ്യാപകനെതിരെ എന്ത് വിധത്തിലുള്ള വിധിയായിരിക്കും കോടതിയിൽ നിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇതോടൊപ്പമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രചാരണ പരിപാടികൾ. ഇപ്പോൾ വിവിധ തലങ്ങളിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും വിവാദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഇന്ന് കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇടത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 76 വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് ഇടതുപക്ഷം പ്രഖ്യാപിക്കുന്നത്. വൈകിട്ട് 4 മണിക്ക് CPIM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് വാർത്താ സമ്മേളനം. ഇതോടൊപ്പം തന്നെ UDF-ന്റെയും അതുപോലെ തന്നെ BJP-യുടെയും ഒക്കെ സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ ഘട്ടങ്ങളിലായിക്കൊണ്ട് പ്രഖ്യാപിച്ചിരുന്നു. 3 ഘട്ടങ്ങളിലായിക്കൊണ്ടാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംവിധായകൻ VM വിനു കോർപ്പറേഷനിലെ മേയർ സ്ഥാനാർത്ഥിയായിക്കൊണ്ടാണ് അദ്ദേഹം മത്സരിക്കുന്നത്. കല്ലായിൽ നിന്നാണ് അദ്ദേഹം മത്സരിക്കുന്നത്. അദ്ദേഹം ഇന്ന് 4 മണിയോട് കൂടി തന്നെ പ്രചാരണ പരിപാടികൾ ആരംഭിക്കുന്നുണ്ട്. കല്ലായി പാലത്തിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു വാഹന റാലിയോട് കൂടിയായിരിക്കും അദ്ദേഹം വാർഡിൽ പ്രചാരണം ആരംഭിക്കുന്നത്. ഒപ്പം തന്നെ BJP-യുടെ സ്ഥാനാർത്ഥികളും സജീവമായിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളെ ഇന്നലെ രാത്രിയാണ് പ്രഖ്യാപിച്ചത്. അവരും ഇന്ന് പ്രചാരണ രംഗത്ത് സജീവമാകും. ഏതായാലും വലിയ രീതിയിൽ ഒരു കോർപ്പറേഷൻ ഭരണം പിടിക്കാനുള്ള UDF-ന്റെ പരിശ്രമം ഉണ്ടാകുന്നു. ഒപ്പം തന്നെ സീറ്റ് വർദ്ധിപ്പിക്കാൻ BJP-യും കഠിനമായിട്ടുള്ള പരിശ്രമത്തിലാണ്. എന്നാൽ 40 വർഷം പിന്നിട്ട ഭരണ തുടർച്ച അത് ഉണ്ടാകുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയിലാണ് ഇടതുപക്ഷവും മുന്നോട്ട് പോകുന്നത്. പ്രവിധ. കൊമേഴ്സ് വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖ സ്ഥാപനമായ IIC ലക്ഷ്യ റാങ്ക് നേട്ടത്തിന്റെ നിറവിൽ 2025 സെപ്റ്റംബറിലെ CE ഇന്റർമീഡിയറ്റ് പരീക്ഷയിൽ കേരളത്തിൽ നിന്ന് 1ാം റാങ്കും ദേശീയതലത്തിൽ 22ാം റാങ്കും നേടി 19-കാരി ആൻസലീന വിക്ടർ. എറണാകുളം വൈറ്റില ലക്ഷ്യ ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ ആൻസലീനയെ ആദരിച്ചു. 2025-26 അധ്യയന വർഷത്തേക്കുള്ള കോഴ്സിലേക്കുള്ള അഡ്മിഷനും തുടങ്ങിയിട്ടുണ്ട്. കുട്ടികൾക്കിടയിലെ അമിത മൊബൈൽ ഫോൺ ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണവുമായി മൈജി. ഫോൺ വേണ്ട കുട്ടികൾക്ക് എന്ന് പേരിട്ടിരിക്കുന്ന ബോധവൽക്കരണ ക്യാമ്പയിൻ എറണാകുളം മൈജി ഫ്യൂച്ചർ ഷോറൂമിൽ നടന്നു. മോർ ഗ്രീൻ ടൈം ലെസ് സ്ക്രീൻ ടൈം എന്ന സന്ദേശമാണ് മൈജി ക്യാമ്പയിനിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. ശിശുദിനത്തോടനുബന്ധിച്ചാണ് ഫോൺ വേണ്ട കുട്ടികൾക്കെന്ന ക്യാമ്പയിൻ മൈജി സംഘടിപ്പിച്ചത്. കുട്ടികളിലെ അമിത ഫോൺ ഉപയോഗത്തെ തടയുക ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ. അധ്യാപകരും സ്കൂൾ വിദ്യാർത്ഥികളും ക്യാമ്പയിന്റെ ഭാഗമായി. ക്യാമ്പയിനിൽ പങ്കെടുത്ത കുട്ടികൾക്ക് ചൈൽഡ് സൈക്കോളജിസ്റ്റുകളുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസുകൾ നടന്നു. മോർ ഗ്രീൻ ടൈം ലെസ് സ്ക്രീൻ ടൈം എന്ന സന്ദേശമാണ് മൈജി ക്യാമ്പയിനിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികൾക്ക് ഗ്രോ ബാഗുകൾ നൽകി. നമ്മളൊരു സാമൂഹിക പ്രതിബദ്ധത എന്ന നേരിൽ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫോൺ വേണ്ട എന്നൊരു ക്യാമ്പയിൻ നമ്മൾ കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഈ വർഷം നമ്മൾ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോയി. അപ്പം നമുക്കത് സപ്പോർട്ടായിട്ട് സംസാരിക്കാൻ നമ്മുടെ ഡോക്ടർ നമ്മുടെ ശ്രുതി മേഡം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സീക്രട്ട് ആർട്ട് സ്കൂളിൽ നിന്ന് വന്ന നമ്മുടെ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൂടുതൽ നോക്കുന്ന ഒരു സാമൂഹിക പ്രതിബദ്ധതയോടെ നമ്മുടെ മൈജി ഇത് ഏറ്റെടുത്ത് നടത്തുകയാണ്. അപ്പം ഇനി വരും വർഷങ്ങളിൽ നമ്മൾ ഇതുപോലെ തന്നെ പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്തതാണ്. ഫോൺ വേണ്ട കുട്ടികൾക്കെന്ന ക്യാമ്പയിൻ സ്കൂളിലേക്ക് വ്യാപിപ്പിക്കാനാണ് മൈജി ലക്ഷ്യമിടുന്നത്. മൊബൈൽ ഫോണുകളുടെ അമിത ഉപയോഗം വ്യാപകമായ കാലത്ത് കുട്ടികളെ കൃഷിയിലേക്ക് ആകർഷിക്കുകയാണ് മൈജിയുടെ ലക്ഷ്യം. 24 കൊച്ചി. അന്താരാഷ്ട്ര വ്യാപാരമേളയിലെ കേരള പവലിയൻ ഡൽഹിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. 27 സ്റ്റാളുകളാണ് ഇക്കുറി കേരള പവലിയനിൽ ഉള്ളത്. രുചി വൈവിധ്യമൊരുക്കി കുടുംബശ്രീ സാഫ് ഫുഡ് കോർട്ടുകളുമുണ്ട്. ഈ മാസം 27 വരെയാണ് അന്താരാഷ്ട്ര വ്യാപാരമേള. ഡൽഹി ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന 44ാമത് അന്താരാഷ്ട്ര വ്യാപാരമേളയിൽ കേരള പവലിയൻ ഇത്തവണയും ശ്രദ്ധേയമാണ്. ആരെയും ആകർഷിക്കുന്ന വിധമാണ് പവലിയന്റെ രൂപകൽപ്പന. ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്നതാണ് ഈ വർഷത്തെ മേളയുടെ ആശയം. വൈവിധ്യമാർന്ന 27 സ്റ്റാളുകളാൽ സമ്പന്നമാണ് കേരള പവലിയൻ. ഇവരുടെ എല്ലാം പ്രൊഡക്റ്റുകൾ എന്ന് പറയുമ്പോൾ അവർ കൃഷി ചെയ്യുന്നുണ്ട്. കോഫി, പെപ്പർ, അതുപോലെ തന്നെ മഞ്ഞക്കൂവ, ഏലം, ഇതെല്ലാം അവർ കൃഷി ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ അവർ ഫോറസ്റ്റിൽ നിന്ന് എടുക്കുന്ന തേൻ, തെള്ളി അതുപോലുള്ള ഒരുപാട് പ്രൊഡക്റ്റുകളും നമ്മളെ എത്തിക്കുന്നുണ്ട്.
നമ്മുടെ മലയാളികൾ മാത്രമല്ല, ഡൽഹിയിലും മറ്റ് മഹാരാഷ്ട്ര ഇവിടെ വരുന്ന എല്ലാവരിൽ നിന്നും എൻക്വയറികൾ ഒരുപാട് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ഗ്ലോബലി നമുക്ക് ഈ ഇന്ത്യ മാത്രമല്ല പുറമേ നിന്നുള്ള എൻക്വയറികളും ഒരുപാട് നമുക്ക് ഇവിടെ വന്നതിന് ശേഷം ലഭിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ രുചി വൈവിധ്യമൊരുക്കി കുടുംബശ്രീയും സാഫും ഭക്ഷണശാലകൾ പവലിയനിൽ ഒരുക്കിയിട്ടുണ്ട്. സ്പൈസസും ചിപ്സും പിന്നെ ഹാൻഡിക്രാഫ്റ്റ്സും പിന്നെ ഫുഡ് പ്രോഡക്ട്സും അങ്ങനെ എല്ലാ സാധനങ്ങളും പല ജില്ലകളിൽ നിന്ന് വന്നിട്ടുണ്ട്. കുടുംബശ്രീയുടെ ഓണ്ടർപ്രണേഴ്സ് അടങ്ങുന്ന ശുദ്ധമായ എല്ലാ സാധനങ്ങളാണ് വന്നിട്ടുള്ളത്. ഒരു തരത്തിലുള്ള മായവും അതിൽ ചേർത്തിട്ടില്ല. പല ജില്ലകളിൽ നിന്നുള്ള പല ഓണ്ടർപ്രണേഴ്സിൻ്റെ പ്രോഡക്ട്സാണ് നമ്മൾ അവിടെയുള്ള MECമാർ അത് ശേഖരിച്ച് ഇവിടോട്ട് കയറ്റി അയച്ചാണ് അത് ചെയ്യുന്നത്. രാവിലെ 10 മുതൽ വൈകിട്ട് 5:30 വരെയാണ് പൊതുജനങ്ങൾക്കുള്ള സന്ദർശന സമയം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ KV തോമസ്, കേരള ഹൌസ് റെസിഡന്റ് കമ്മീഷണർ പുനീത് കുമാർ, വിവര പൊതുജന സമ്പർക്ക വകുപ്പ് ഡയറക്ടർ TV സുഭാഷ് തുടങ്ങിയവർ പങ്കെടുത്തു. 24 ഡൽഹി. തൃശൂർ കോർപ്പറേഷനിലേക്കുള്ള LDF സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുക. നോവലിസ്റ്റ് ലിസി അടക്കം ശക്തരെ അണിനിരത്തിയുള്ള പാനലാണ് CPIM മുന്നോട്ട് വയ്ക്കുന്നത്. ലാലൂരിലായിരിക്കും ലിസി സ്ഥാനാർത്ഥിയാവുക. കൂടാതെ പുതുമുഖങ്ങൾക്ക് അവസരം നൽകുന്നതാണ് LDFന്റെ സ്ഥാനാർത്ഥി പട്ടിക. അതേസമയം കോൺഗ്രസ് കോർപ്പറേഷനിലേക്കുള്ള മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. BJPയുടെ 2ാം ഘട്ട പട്ടിക ഇന്ന് പ്രസിദ്ധീകരിച്ചേക്കും. ഒരു സീറ്റിന്റെ ബലത്തിൽ LDF ഭരണം നടത്തുന്ന തൃശൂർ കോർപ്പറേഷനിൽ കടുത്ത ത്രികോണ മത്സരമാണ് നടക്കാൻ പോകുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട ഡിവിഷൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന് ഇന്ന് നിർണായകം. സ്ഥാനാർത്ഥി പട്ടികയിലെ പേരുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം ഇന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായേക്കും. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനായി മേൽവിലാസവും വീട്ടു നമ്പറും മാറി നൽകി എന്നതാണ് നിലവിൽ വൈഷ്ണയ്ക്കെതിരായ ആരോപണം. മേൽവിലാസം മറ്റൊരു വ്യക്തിയുടേതെന്ന് ചൂണ്ടിക്കാട്ടി CPIM ബ്രാഞ്ച് കമ്മിറ്റി അംഗം ധനേഷ് കുമാറാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. വൈഷ്ണ മുട്ടട ഡിവിഷനിൽ താമസമില്ല എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രാഥമിക അന്വേഷണത്തിലും വ്യക്തമായതിനാൽ അനുകൂലമായ തീരുമാനമുണ്ടാകാൻ സാധ്യത കുറവാണ്. വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ മാത്രമേ വൈഷ്ണയ്ക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ. തിരുവനന്തപുരം വർക്കലയിൽ പെൺകുട്ടിയെ ട്രെയിനിൽ വെച്ച് ആക്രമിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസ്. പ്രതി സുരേഷ് കുമാറിനെ കസ്റ്റഡിയിൽ ലഭിച്ചതോടെ കൂടുതൽ സ്ഥലങ്ങളിൽ എത്തിച്ച് റെയിൽവേ പോലീസ് തെളിവെടുക്കും. പ്രതി കേരള എക്സ്പ്രസിൽ കയറുന്നതിന് മുൻപ് മദ്യപിച്ച കോട്ടയത്തെ ബാറിലെത്തിച്ചായിരിക്കും തെളിവെടുപ്പ് നടത്തുക. ഇതേ ബാറിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് നേരത്തെ തന്നെ ശേഖരിച്ചിരുന്നു. സംഭവം നടന്ന ഐന്തല മേൽപ്പാലത്തിന് സമീപമുള്ള റെയിൽവേ ട്രാക്കിലും കേരള എക്സ്പ്രസിന്റെ കോച്ചിലും പ്രതിയെ എത്തിക്കും. ലവൽ വഞ്ചിയൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പ്രതിയെ 4 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5-ന് നട തുറക്കുമ്പോൾ പുതിയ ശബരിമല മേൽശാന്തിയായി ED പ്രസാദും മാളികപ്പുറം മേൽശാന്തിയായി MG മനുവും സ്ഥാനമേൽക്കും. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി സന്നിധാനത്ത് ഒരുക്കങ്ങൾ പൂർത്തിയായി. പ്രതിദിനം 90,000 പേർക്കാണ് പ്രവേശനം അനുവദിക്കുക. 70,000 പേർക്ക് വെർച്വൽ ക്യൂ വഴിയും 20,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴിയുമാണ് ദർശനത്തിന് സൗകര്യം ഏർപ്പെടുത്തിയത്. ദർശനത്തിനെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക ക്യൂ ഏർപ്പെടുത്തും. ഈ മാസം 17 മുതൽ പുലർച്ചെ 3-ന് നട തുറക്കും. ഇന്ന് ചുമതലയിൽ ഏൽക്കുന്ന നിയുക്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ IAS നാളെ സന്നിധാനത്തെത്തും. പാലക്കാട് കൽപ്പാത്തിയിൽ ഇന്ന് 2ാം തേരുത്സവം. മന്തക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നാണ് തേരെഴുന്നള്ളത്ത്. രഥാരോഹണത്തിന് ശേഷം പുതിയ കൽപ്പാത്തിയുടെ മധ്യഭാഗത്ത് പ്രയാണം അവസാനിക്കും. വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്ര രഥങ്ങൾ ഇന്ന് ചാത്തപുരം വരെ പ്രയാണം ചെയ്യും. നാളെ 3-ാം നാൾ രാവിലെയാണ് പഴയ കൽപ്പാത്തിയിലും ചാത്തപുരത്തും രഥ ആരോഹണം. ത്രിസന്ധിയിൽ തേരുമുട്ടിയിലാണ് ദേവരഥ സംഗമം. ഇതോടെ ന്യൂസ് ബ്രേക്കിന് സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്.